വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് ഫിനാൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പബ്ലിക് ഫിനാൻസിലെ മെയിൻ ഏരിയാസ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. So first we are discussing about what is public finance. Public finance means how the government collects money and how it spends it for the public. അപ്പോൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എങ്ങനെ പണം കളക്ട് ചെയ്യുന്നു എന്നുള്ളതും, അതായത് നമുക്കറിയാം ടാക്സിലൂടെയും ഫീസിലൂടെയൊക്കെയാണ് ഗവൺമെൻറ് പണം കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കളക്ട് ചെയ്ത പണം പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നതിനെയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പണം എങ്ങനെ വാങ്ങുന്നു, ആ പണം ജനങ്ങൾക്കായിട്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പബ്ലിക് ഫിനാൻസ് പറയുന്നത്. It includes how the government earns and spends money, and it deals with all the economic activities and policies carried out by the state. ഒരു രാജ്യം നടത്തുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും, അതായത് വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, അതുപോലെ പൊതു ചെലവുകൾ, നികുതി നയങ്ങൾ, ബജറ്റ് തുടങ്ങിയ എല്ലാം ഈ പബ്ലിക് ഫിനാൻസിൻ്റെ ഭാഗമാണ്. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം പണം എങ്ങനെ സമ്പാദിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് കൂടാതെ ഒരു സർക്കാർ നടത്തുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും നയങ്ങളും ഇവയെല്ലാം കൂടിയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. At first, public finance means managing the government's treasury, mainly looking at how the government collected and spent money for basic needs like law, order and defense. അപ്പോൾ ആദ്യകാലത്ത് പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് സർക്കാരിൻ്റെ ട്രഷറിയെ നിയന്ത്രിച്ച് നടത്തുന്നതാണ് പബ്ലിക് ഫിനാൻസ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. അതായത് ഗവൺമെൻറ് പണം എങ്ങനെ കളക്ട് ചെയ്യുന്നു, ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് മാത്രമായിരുന്നു അന്നത്തെ പ്രധാന ശ്രദ്ധ. പിന്നെ ഈ ഇങ്ങനെ കളക്ട് ചെയ്ത പണം പ്രധാനമായിട്ടും ലോ ആൻഡ് ഓർഡറിനും ഡിഫെൻസിനൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അന്ന് അതാണ് പ്രധാനപ്പെട്ട അവരുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് പബ്ലിക് ഫിനാൻസ് എന്നത് സർക്കാർ പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ മാത്രം ഒതുങ്ങിയിരുന്നതായിരുന്നു. പ്രത്യേകിച്ച് അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ, ഡിഫെൻസ് ഇതിൽ മാത്രമായിരുന്നു അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പണം ശേഖരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. The next part we are discussing about the main areas of public finance. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പബ്ലിക് ഫിനാൻസിൽ വരുന്ന കുറച്ച് മെയിനായിട്ടുള്ള ഏരിയാസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന പോയിൻ്റാണ് തിയറി ഓഫ് പബ്ലിക് റവന്യൂ. തിയറി ഓഫ് പബ്ലിക് റവന്യൂവിൽ നമ്മൾ പറയുന്നത് ഗവൺമെൻറ് എവിടെ നിന്നെല്ലാം പണം കളക്ട് ചെയ്യുന്നു, ഇങ്ങനെ കളക്ട് ചെയ്ത വരുമാനം ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, അതുപോലെ തന്നെ ആ സോഴ്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, പിന്നെ ഏറ്റവും നല്ല ഉറവിടം തിരഞ്ഞെടുക്കാനുള്ള റൂൾസ് എന്തൊക്കെയാണ്, ഇതെല്ലാം വ്യക്തമായിട്ട് വിശദമായിട്ട് പഠിക്കുന്ന ഭാഗമാണ് തിയറി ഓഫ് പബ്ലിക് റവന്യൂ. പ്രധാനമായിട്ടും 3 ഇൻകം സോഴ്സുകളാണുള്ളത്. അതിലൊന്ന് ടാക്സസ്, 2 ഗവൺമെൻറ് ബോറോയിങ്, 3 മണി ക്രിയേഷന്. ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർക്ക് പണം എവിടെ നിന്നാണ് കിട്ടുന്നത്, ആ ഉറവിടങ്ങൾ നല്ലതാണോ മോശമാണോ, അതിൽ ഏത് തിരഞ്ഞെടുക്കണം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് തിയറി ഓഫ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്ന പോയിൻ്റാണ് തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. Theory of public expenditure explains how government spending affect the economy, influencing demand and supply and helping achieve welfare, growth and stability. അപ്പോൾ തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് സർക്കാർ എങ്ങനെ പണം ചെലവഴിക്കുന്നു, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ ചെലവ് നമ്മുടെ എക്കണോമിയെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ ഡിമാൻഡ്, സപ്ലൈ എന്നിവയെ ഇത് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ.
കൂടാതെ ഈ എക്സ്പെൻഡിച്ചർ രാജ്യത്തിന് എന്ത് സഹായമാണ് ചെയ്യുന്നത് എന്നതും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെലവുകൾ നമുക്ക് വെൽഫെയർ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് കൂട്ടാൻ സഹായിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ എക്കണോമിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു. സ്റ്റെബിലിറ്റി പ്രൈസിലായാലും പിന്നെ അതുപോലെ തന്നെ തൊഴിലിലായാലും ഉൽപ്പാദനത്തിലായാലും ഒക്കെ സ്റ്റെബിലിറ്റി ഉണ്ടാവാനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൊണ്ട് സഹായിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, അത് സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, അത് ജനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വളർച്ചയും സ്ഥിരതയും എങ്ങനെ ഉറപ്പാക്കുന്നു, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. തേർഡ് പോയിൻ്റാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത് ഹൗ ദി ഗവൺമെൻറ് പ്രിപ്പയർസ്, അപ്രൂവ്സ്, യൂസസ് ആൻഡ് ചെക്സ് ഇറ്റ്സ് ബഡ്ജറ്റ്സ്. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ തൻ്റെ ബജറ്റ് എങ്ങനെ തയ്യാറാക്കുന്നു, അതുപോലെ തന്നെ ആ ബജറ്റിനെ എങ്ങനെയാണ് അപ്രൂവൽ നേടി നടപ്പാക്കുന്നത്, പിന്നെ അതിലെ പണം എങ്ങനെ ഉപയോഗിക്കുന്നു, അവസാനം ആ പണം ശരിയായിട്ട് ഉപയോഗിച്ചോ എന്ന് എങ്ങനെ പരിശോധിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഏരിയയാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ബജറ്റ് തയ്യാറാക്കൽ, ബജറ്റ് അപ്രൂവ് ചെയ്യൽ, ബജറ്റ് നടപ്പാക്കൽ, അതുപോലെ ഓഡിറ്റിങ്, ഇവ മുഴുവനും ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പണം പ്ലാൻ ചെയ്യുന്നതും ചെലവഴിക്കുന്നതും ശരിയായിട്ട് ചെലവഴിച്ചോ എന്ന് പരിശോധിക്കുന്നതുമാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഈ പാർട്ടിൽ വരുന്ന ഫൈനൽ ഫോർത്ത് പോയിൻ്റാണ് സ്റ്റെബിലൈസേഷൻ ആൻഡ് ഗ്രോത്ത്. Stabilization and growth are important parts of government policy, and they have become so important that they are now studied separately within public finance. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്ഥിരതയാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച. അപ്പോൾ സ്ഥിരതയും വളർച്ചയും സർക്കാർ നയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒരു എക്കണോമിയെ സ്ഥിരതയുള്ളതാക്കുക, അതുപോലെ വിലകയറ്റം നിയന്ത്രിക്കുക, തൊഴിൽ ഉറപ്പാക്കുക, പിന്നെ വിപണിയിൽ സമാധാനം കൊണ്ടുവരിക, ഇതെല്ലാം സ്റ്റെബിലൈസേഷൻ്റെ ഭാഗങ്ങളാണ്. അതേസമയം രാജ്യം വളരുക, ഉൽപ്പാദനവും വരുമാനവും കൂട്ടുക, ജനങ്ങളുടെ ജീവിതനില മെച്ചപ്പെടുത്തുക, ഇതൊക്കെയാണ് ഗ്രോത്തിൽ വരുന്ന ഭാഗം. ഇന്നത്തെ കാലത്ത് ഈ രണ്ട് കാര്യങ്ങളും അത്രക്കും പ്രധാനപ്പെട്ടതായതിനാൽ പബ്ലിക് ഫിനാൻസിൽ നമ്മൾ ഇതിനെ ഒരു സെപ്പറേറ്റ് ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരു സെപ്പറേറ്റ് ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. Public finance includes all government money policies and activities, showing how the government helps shape the economy. പബ്ലിക് ഫിനാൻസ് എന്നത് സർക്കാർ നടത്തുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സർക്കാർ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇൻ കോൺട്രാസ്റ്റ്, പ്രൈവറ്റ് ഫിനാൻസ് ഡീൽസ് വിത്ത് ഹൗ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ഓർ ബിസിനസ്സസ് മാനേജ് ദെയർ ഓൺ മണി ആൻഡ് റിസോഴ്സസ്. അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവർ അവരുടേതായിട്ടുള്ള സ്വന്തം പണവും വിഭവങ്ങളും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം തൻ്റെ വരുമാനം എങ്ങനെ ചെലവാക്കണം, അതുപോലെ അതെങ്ങനെ സംരക്ഷിക്കണം, ഒരു ബിസിനസ്സിൻ്റെ ലാഭം എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇതൊക്കെ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ ഭാഗങ്ങളാണ്. സർക്കാരിൻ്റെ പണം നോക്കുന്നതാണ് പബ്ലിക് ഫിനാൻസ്. വ്യക്തികളും കുടുംബങ്ങളും ബിസിനസ്സുകളും അവരുടെ സ്വന്തം പണം നോക്കുന്നതാണ് പ്രൈവറ്റ് ഫിനാൻസ്. ഇറ്റ്സ് മെയിൻ ഗോൾ ഈസ് ടു മാനേജ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എഫിഷ്യൻസി യൂസിങ് മാർക്കറ്റ് റൂൾസ് ഗൈഡഡ് ബൈ ദി ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് റൂൾസ് ആണ് ഡിമാൻഡും സപ്ലൈയും. ഇവ ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇൻവിസിബിൾ ഹാൻഡ് എന്നാണ് നമ്മൾ ഡിമാൻഡിനെയും സപ്ലൈനെയും പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള മാർക്കറ്റ് ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ ഡിമാൻഡ് സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് പണം സംബന്ധമായ കാര്യങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് ഫിനാൻസിൻ്റെ ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്താണ്, പ്രൈവറ്റ് ഫിനാൻസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട മെയിൻ ഏരിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് വർക്ക് ഇൻ എ മണി ബേസ്ഡ് എക്കണോമി where most activities involve the use of financial assets. Both government and private individuals take part in activities like buying, selling, producing, saving and investing,
ഓൾ ഓഫ് വിച്ച് നീഡ് മണി. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥ, അതായത് നമ്മുടെ ഈ ഒരു എക്കണോമി ഒരു മണി ബേസ്ഡ് എക്കണോമിയാണ്. അതായത് വ്യക്തിഗത ജീവിതത്തിലായാലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ കാര്യങ്ങൾക്കായാലും എല്ലാ ഇടങ്ങളിലും പണം അത്യന്താപേക്ഷിതമാണ്. നമ്മൾ മുന്നേ പറഞ്ഞു, പബ്ലിക് ഫിനാൻസ് എന്നത് സർക്കാരിൻ്റെ പണം സംബന്ധിച്ച കാര്യമാണ്. പ്രൈവറ്റ് ഫിനാൻസ് എന്നത് വ്യക്തികളും കുടുംബങ്ങളും ബിസിനസ്സുകളും ചെയ്യുന്ന അവരുടെ പണം സംബന്ധിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇരുവരും പ്രവർത്തിക്കുന്നത് ഒരേ സമ്പദ് വ്യവസ്ഥയിലാണ്. അതായത് പണം ഉപയോഗിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സർക്കാരായാലും വ്യക്തികളായാലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പലതും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സർക്കാർ റോഡുകൾ, യന്ത്രങ്ങൾ, അതുപോലെ തന്നെ സർവീസുകൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് വാങ്ങുന്നതും പണം ഉപയോഗിച്ചാണ്. വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പണം ഉപയോഗിച്ച് വാങ്ങുന്നു. സെല്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ചില സേവനങ്ങൾക്കും അതുപോലെ തന്നെ ചില റിസോഴ്സസിനൊക്കെ ഫീസുകൾ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുകയും ചെയ്യുന്നു. പ്രൊഡ്യൂസിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ പൊതുവായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. റോഡുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികളും കമ്പനികളും ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മറ്റ് സേവനങ്ങളും നിർമ്മിക്കുന്നു. സേവിങ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ വരുമാനത്തിൽ നിന്നും സേവിങ് ചെയ്തിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ആളുകൾ വരുമാനത്തിൽ നിന്ന് മിച്ചമുള്ളത് ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ വ്യക്തികളും ബിസിനസ്സുകളും ലാഭം നേടാൻ വേണ്ടിയിട്ട് ചില സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇവയൊക്കെ നടത്താൻ പബ്ലിക് ഫിനാൻസിനായാലും പ്രൈവറ്റ് ഫിനാൻസിനായാലും പണം അത്യാവശ്യമാണ്. അപ്പോൾ ഒരു മണി ബേസ്ഡ് എക്കണോമിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പണത്തെ മുൻനിർത്തിയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണം മാത്രമല്ല, ബാങ്ക് ഇൻവെസ്റ്റുകൾ, പിന്നെ അതുപോലെ ഓഹരികൾ, ബോണ്ടുകൾ, ലോണ്, സമ്പാദ്യങ്ങൾ ഇതൊക്കെ ഫിനാൻഷ്യൽ അസറ്റാണ്. സർക്കാരായാലും വ്യക്തികളായാലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫിനാൻഷ്യൽ അസറ്റുകൾ ഉപയോഗിച്ചാണ് ഒരു എക്കണോമി മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാരിനായാലും ആളുകൾക്കായാലും ഒരുപോലെ പണം വേണം. ഇപ്പോൾ പർച്ചേസിങ്, സെല്ലിങ്, പ്രൊഡക്ഷന്, സേവിങ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ നടത്തുന്നത് പണം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഫിനാൻസ് ആയാലും പ്രൈവറ്റ് ഫിനാൻസ് ആയാലും ഒരു മണി ബേസ്ഡ് എക്കണോമിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റാണ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ട്രൈ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി. The public sector meets the needs of the whole society, while the private sector meets the needs of individuals or businesses. Both must use limited resources wisely and decide what to prioritize. ഈ പോയിന്റും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്. പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും അവർ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇരുവരുടെയും പ്രവർത്തന രീതിയിലും ലക്ഷ്യത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. പബ്ലിക് സെക്ടർ എന്നത് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഇത് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല നടത്തുന്നത്, മുഴുവൻ സമൂഹത്തിനു വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ് നൽകുന്നത്. ഉദാഹരണത്തിന് റോഡുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ ഡിഫൻസ് മുതലായവ. പബ്ലിക് സെക്ടറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് വ്യക്തികൾ, കുടുംബങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയാണ്. ഇവർ സ്വന്തം ലാഭത്തിനും അതുപോലെ തന്നെ തങ്ങളുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങളും നൽകുന്നു. ഉദാഹരണത്തിന് ഷോപ്പുകൾ, കമ്പനികൾ, സ്വകാര്യ ആശുപത്രി, പ്രൈവറ്റ് സ്കൂള്, ബിസിനസ് ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ മുതലായവ. ഇവയുടെ പ്രധാന ലക്ഷ്യം വ്യക്തികളുടെ അല്ലെങ്കിൽ ബിസിനസ്സുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അതുപോലെ അവർക്ക് ലാഭം നേടുക എന്നുള്ളതാണ്. സർക്കാരിനായാലും വ്യക്തികൾക്കായാലും റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അതായത് പണം, സമയം, തൊഴിലാളികൾ ഇവയൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ആദ്യം ചെയ്യണം, എന്ത് പിന്നെ ചെയ്യണം, ഏതാണ് കൂടുതൽ പ്രാധാന്യം എന്നിവ ക്രമപ്പെടുത്തി തീരുമാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ മുഴുവൻ ജനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നു. പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ വ്യക്തികളുടെയും ബിസിനസ്സുകളുടെയും ആവശ്യങ്ങൾ നോക്കുന്നു. എന്നാൽ ഇരുവർക്കും ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആയതിനാൽ വളരെ ബുദ്ധിപൂർവ്വമാണ് അവരത് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് പോയിൻ്റാണ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് ഫേസ് ലിമിറ്റഡ് റിസോഴ്സസ്, സോ ദേ മസ്റ്റ് ചൂസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നീഡ്സ് ഫസ്റ്റ് ടു യൂസ് ദെയർ റിസോഴ്സസ് എഫക്റ്റീവ്ലി. ഇതുതന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞ പോയിന്റിലും പറയുന്നത്. പ്രൈവറ്റ് സെക്ടറിനായാലും പബ്ലിക് സെക്ടറിനായാലും അവരുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട്
എന്ത് കാര്യം ആദ്യം ചെയ്യണം, എന്ത് പിന്നെ ചെയ്യണം, പിന്നെ ഏതിനാണ് പ്രാധാന്യം, ഇതൊക്കെ അവർ വളരെ ബുദ്ധിപൂർവ്വമാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുമ്പോഴാണ് പണം, സമയം, അതുപോലെ തന്നെ മറ്റ് റിസോഴ്സസുകളൊക്കെ കരുതലോടെയും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് യൂഷ്വലി ഹാസ് ടു live within its income and can borrow money, but only up to certain limits. In contrast, the government can borrow and spend more than its income for a long time because it has the authority to raise funds without facing the same strict limits as private businesses. ഇവിടെ പറയുന്നത് സർക്കാരിൻ്റെയും അതുപോലെ സ്വകാര്യ വ്യക്തികളുടെയും വരുമാനത്തിലും ചെലവിലും വരുന്ന നിയന്ത്രണത്തിലെ വ്യത്യാസമാണ്. ഒരു സ്വകാര്യ വ്യക്തി ആയാലും അതുപോലെ തന്നെ ഒരു ബിസിനസ് ആയാലും സാധാരണയായിട്ട് സ്വന്തം വരുമാനത്തിനുള്ളിൽ തന്നെയാണ് അവർ ജീവിക്കുകയും അതുപോലെ ചെലവാക്കുകയും ചെയ്യുന്നത്. വരുമാനം കുറവാണെങ്കിൽ ചെലവ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. കടം എടുക്കാൻ സാധിക്കും, പക്ഷെ ഒരു പരിമിതമായിട്ടുള്ള റേറ്റിൽ മാത്രമേ അവർക്ക് കടം എടുക്കാൻ സാധിക്കുള്ളൂ. ബാങ്കുകളായാലും ഫിനാൻസ് സ്ഥാപനങ്ങളായാലും തിരിച്ചടക്കാനുള്ള ശേഷിയെ നോക്കിയിട്ടാണ് അവർ കടം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വരുമാനവും കടബാധ്യതയും നിയന്ത്രണത്തിലായിരിക്കും. എന്നാൽ സർക്കാരിൻ്റെ കാര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. സർക്കാരിന് പല വർഷങ്ങൾക്കായിട്ട് വരുമാനത്തേക്കാൾ കൂടുതലായിട്ട് ചെലവാക്കാൻ വേണ്ടി കഴിയും. അതായത് ഡെഫിസിറ്റ് സ്പെൻഡിങ്ങിന് കഴിയും. അധിക പണം വേണ്ടി വരുന്ന ആവശ്യഘട്ടങ്ങളിൽ നികുതി കൂട്ടാം, പുതിയ നികുതികൾ ചുമത്താം, പിന്നെ സർക്കാർ ബോണ്ടുകൾ വിറ്റ് കടമെടുക്കാം. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ വരുമാനത്തിൻ്റെ ഉള്ളിൽ ജീവിക്കേണ്ടതായിട്ട് വരുന്നു. സർക്കാരിന് വരുമാനം ചുരുങ്ങിയാലും കൂടുതൽ ചെലവാക്കാൻ കഴിയും. കാരണം പണം സമാഹരിക്കാൻ സർക്കാരിന് പ്രത്യേക അധികാരങ്ങളും വലിയ അവസരങ്ങളും ഉണ്ട്. ഗവൺമെൻറ് ക്യാൻ യൂഷ്വലി ബോറോ മണി സേഫ്ലി അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ബിക്കോസ് they are more trustworthy, and they can also receive loans that don't need to be repaid or get easier borrowing terms. In contrast, individuals and businesses usually have to borrow from outside sources and at higher interest rates. ഇവിടെ പറയുന്നത് സർക്കാർ വായ്പയും സ്വകാര്യ വായ്പയും തമ്മിലുള്ള വ്യത്യാസമാണ്. സർക്കാരിന് സാധാരണയായിട്ട് സുരക്ഷിതമായിട്ട് കുറഞ്ഞ പലിശക്ക് പണം വായ്പക്ക് എടുക്കാൻ കഴിയും. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് സർക്കാർ കൂടുതൽ വിശ്വസനീയമാണ്. സർക്കാരുകൾ പണം തിരികെ നൽകാൻ സാധ്യത കൂടുതലാണെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ബാങ്കുകളും വിശ്വസിക്കുന്നു. പിന്നെ പലിശ നിരക്ക് കുറവാണ്. പിന്നെ സർക്കാർ ബോണ്ടുകൾ കുറച്ചും കൂടി സേഫ്റ്റി ഉള്ളതായതുകൊണ്ട് സർക്കാരിന് കുറഞ്ഞ പലിശക്ക് വായ്പ ലഭിക്കും. അതുപോലെ തന്നെ സർക്കാരിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ധനസഹായങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ സർക്കാരിന് വായ്പാ നിബന്ധനകളിൽ ഇളവുണ്ട്. അതായത് വായ്പയുടെ കാലാവധി, തിരിച്ചടവ്, പലിശ നിരക്ക് ഇതിലൊക്കെ ഇളവുണ്ടായതുകൊണ്ട് സർക്കാരിന് കൂടുതൽ സൗകര്യപ്രദമാണ്. മറുവശത്ത് സ്വകാര്യ വ്യക്തികളെക്കുറിച്ചും ബിസിനസ്സുകളെക്കുറിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാഹ്യ ഏജൻസികളിൽ നിന്ന് വായ്പ എടുക്കണം. അതായത് ബാങ്കുകൾ, ഫിനാൻസ് കമ്പനികൾ, സ്വകാര്യ ധനവിതരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് അവർ സാധാരണയായിട്ട് കടം വാങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെയും ബിസിനസ്സുകളുടെയും വായ്പകൾക്ക് അപകട സാധ്യത കൂടുതലായതുകൊണ്ട് അവർക്ക് ഉയർന്ന പലിശക്കാണ് അവർക്ക് വായ്പ ലഭിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് വായ്പ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. അതായത് വരുമാന രേഖകൾ, ക്രെഡിറ്റ് സ്കോർ, ജാമ്യം ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നു. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ കൂടുതൽ വിശ്വസനീയമായതിനാൽ അവർക്ക് കുറഞ്ഞ പലിശക്ക് എളുപ്പത്തിൽ വായ്പ ലഭിക്കും. സ്വകാര്യ വ്യക്തികളെയും ബിസിനസ്സുകളെയും സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പുറത്തു നിന്നാണ് വായ്പ ലഭിക്കുന്നത്. അതിന് ഉയർന്ന പലിശയും കൊടുക്കേണ്ടതായിട്ട് വരുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് ദി ഗവൺമെൻറ് എലോൺ ഹാസ് ദ പവർ ടു ക്രിയേറ്റ് മണി ആൻഡ് ദിസ് മണി ക്യാൻ ബി യൂസ്ഡ് ടു പേ ഓഫ് ഡെപ്റ്റ്സ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് cannot create money, so they must repay their debts fully and cannot issue currency to do so. ഈ പോയിന്റിൽ പറയുന്നത് പണം ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ചാണ്. അതായത് സർക്കാരിന് മാത്രമേ പണം ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇതിനെ സോവറിൻ പവർ എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം RBI വഴി സർക്കാരിന് പുതിയ പണം അച്ചടിക്കാൻ കഴിയും. അപ്പോൾ സർക്കാർ സൃഷ്ടിക്കുന്ന ഈ പണം ഉപയോഗിച്ച് തങ്ങളുടെ കടബാധ്യതകൾ തീർത്തെടുക്കാനും സർക്കാരിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് സാമ്പത്തിക സമ്മർദ്ദം വന്നാലും പണം ലഭ്യമാക്കാനുള്ള വഴികളുണ്ട്. സ്വകാര്യ വ്യക്തികളെയും പ്രൈവറ്റ് ബിസിനസ്സുകളെയൊക്കെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പണം ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അവർക്ക് പുതിയ നോട്ടുകൾ അച്ചടിക്കാനും പുതിയ കറൻസി പുറപ്പെടുവിക്കാനും ഒന്നും ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കടം തീർക്കാൻ വരുമാനം, ലാഭം, അതുപോലെ അവരുടെ സമ്പാദ്യം തുടങ്ങിയവയെ ആശ്രയിക്കണം.
അവർക്ക് പുതിയ പണം ഉണ്ടാക്കി കടം തീർക്കാൻ സാധിക്കില്ല. കടം മുഴുവനും തുകയായി തന്നെ തിരിച്ചടക്കുകയും വേണം. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പണം സൃഷ്ടിക്കാനുള്ള ശക്തി സർക്കാരിനുള്ളതാണ്. സർക്കാരിന് പുതുതായിട്ട് പണം ഉണ്ടാക്കി കടം തീർക്കാനാവും. സ്വകാര്യർക്കും ബിസിനസ്സുകൾക്കും പണം സൃഷ്ടിക്കാനാവില്ല. അവർക്ക് കടം പൂർണ്ണമായിട്ടും തന്നെ തിരിച്ചടക്കുകയും വേണം. പ്രൈവറ്റ് ഫിനാൻസ് വർക്ക്സ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് റൂൾസ് where the main goal is to earn profit and make economically smart decision. Public finance follows government budgets where decisions are based on social goals, not profit. ഈ പോയിന്റിൽ പറയുന്നത് പബ്ലിക് ഫിനാൻസിൻ്റെയും പ്രൈവറ്റ് ഫിനാൻസിൻ്റെയും പ്രോഫിറ്റ് മോട്ടീവും അതുപോലെ തന്നെ സോഷ്യൽ മോട്ടീവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. നമുക്കറിയാം പ്രൈവറ്റ് ഫിനാൻസിൽ പറയുകയാണെങ്കിൽ സ്വകാര്യ വ്യക്തികളും ബിസിനസ്സുകളും മാർക്കറ്റ് റൂൾസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് നേടുക, അതുപോലെ എക്കണോമിക്കലി സ്മാർട്ട് ഡിസിഷൻസ് എടുക്കുക മുതലായവയൊക്കെയാണ്. ഉദാഹരണത്തിന് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോൾ അവരതിൽ നിന്ന് ലാഭം ലഭിക്കും എന്നതാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. അവർക്ക് അതിൽ നിന്ന് ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആ പ്രവർത്തനം ചെയ്യാൻ നിൽക്കില്ല. പബ്ലിക് ഫിനാൻസിലാണെങ്കിൽ സർക്കാർ ബജറ്റ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമല്ല, സോഷ്യൽ വെൽഫെയർ ആണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. സർക്കാർ പണം ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യരംഗത്തിനും അതുപോലെ റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും പിന്നെ ദരിദ്രർക്ക് സഹായങ്ങൾ നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇവയൊന്നും ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് ഗുണം ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സമൂഹക്ഷേമം, സമത്വം, വളർച്ച ഇവയാണ് സർക്കാരിൻ്റെ തീരുമാനങ്ങളെ നയിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ സ്വകാര്യധനം ലാഭം നോക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, പൊതുധനം സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും ക്ഷേമവും നോക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലാസ്റ്റ് പോയിൻ്റാണ് പ്രൈവറ്റ് ഫിനാൻസ് ഓഫ്റ്റൻ എയിംസ് ഫോർ ഷോർട്ട് ടേം പ്രോഫിറ്റ്സ്. ഇൻ കോൺട്രാസ്റ്റ് പബ്ലിക് ഫിനാൻസ് ലുക്സ് അറ്റ് ദ ലോങ് ടേം വെൽബീങ് ഓഫ് ദി എക്കണോമി ആൻഡ് മേ അക്സെപ്റ്റ് ഷോർട്ട് ടേം ലോസസ് ടു അച്ചീവ് വൈഡർ സോഷ്യൽ ഗോൾസ് ലൈക്ക് പബ്ലിക് വെൽഫെയർ. അപ്പോൾ ഈ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൈവറ്റ് ഫിനാൻസിൻ്റെ ഷോർട്ട് ടേം പ്രോഫിറ്റ്സിനെ കുറിച്ചും പബ്ലിക് ഫിനാൻസിൻ്റെ ലോങ് ടേം വെൽബീങ്ങിനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്കറിയാം സ്വകാര്യ വ്യക്തികളായാലും ബിസിനസ്സുകളായാലും അവർ ഷോർട്ട് ടേം പ്രോഫിറ്റ് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എന്താണ്, ഇപ്പോഴത്തെ ലാഭം എത്രയാണ്, അതുപോലെ ഇതിൽ നിന്ന് എത്ര ഗുണം ലഭിക്കും, പിന്നെ ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം, അതുപോലത്തെ ചിന്തകളാണ് അവർ ആലോചിക്കുന്നത്. അതായത് ഉടനെ കിട്ടുന്ന സാമ്പത്തിക നേട്ടമാണ് അവരുടെ പ്രധാന ലക്ഷ്യം. പബ്ലിക് ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ സർക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല ആരോഗ്യവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ക്ഷേമവും ഒക്കെ ചിന്തിച്ചിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ ഒരു പദ്ധതി ഇപ്പോൾ എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ നിന്ന് ഭാവിയിൽ എന്തെങ്കിലും സമൂഹത്തിന് ഗുണം ലഭിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് സ്വീകരിക്കും. ഉദാഹരണത്തിന് സൗജന്യ വിദ്യാഭ്യാസം, സർക്കാർ ആശുപത്രികൾ, റോഡുകളും പാലങ്ങളും അതുപോലെ പൊതുജനക്ഷേമ പദ്ധതികൾ മുതലായവ. ഇവയിൽ പലതും ഉടൻ ലാഭം തരാത്ത കാര്യങ്ങളാണെങ്കിലും ദീർഘകാലത്തേക്ക് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ജനക്ഷേമത്തിനും വലിയ സഹായം ചെയ്യും. അതുകൊണ്ട് തന്നെ സർക്കാർ ചെറുകാല നഷ്ടങ്ങൾ അംഗീകരിക്കാനും തയ്യാറാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ് ഉടനെ ലഭിക്കുന്ന ലാഭത്തെ നോക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പബ്ലിക് ഫിനാൻസ് ദീർഘകാല വളർച്ചയും സമൂഹത്തിൻ്റെ ക്ഷേമവും ഒക്കെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എന്നുള്ള ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ലോക്കൽ ഫിനാൻസ് പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഈ രണ്ട് ഏരിയാസാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.